ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പീഡനക്കുറ്റം നിലനിൽക്കില്ലെന്നും യുവതി പരാതി നൽകാൻ വൈകിയെന്നുമാണ് രാഹുലിന്റെ വാദം. മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ ചേരുകയാണ്. നിതിൻ, കഴിഞ്ഞ ദിവസം അദ്ദേഹം വഞ്ചിയൂർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അന്നും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പുതിയ വാദം ഹൈക്കോടതിയിൽ വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഒരു തവണ തള്ളിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം ആവർത്തിക്കുക എന്നുള്ളത് മാത്രമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലും ചെയ്യുന്നത്? നൗഫൽ, കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അന്ന് സെഷൻസ് കോടതിയിൽ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലും രാഹുൽ മാങ്കൂട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 32ാമത്തെ കേസായിട്ടാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത്. ഏകദേശം 11:30 കൂടി തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കേസിൽ ഇന്നൊരു വിധി വരാൻ സാധ്യതയില്ല, വിധി വരില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഈ പോലീസിന്റെ ഒരു വിശദീകരണം കേട്ട ശേഷം കേസ് വിശദമായ വാദത്തിനു വേണ്ടി മാറ്റിവെക്കാനാണ് സാധ്യത. എങ്കിലും ഇന്നൊരു പ്രാഥമിക വാദം ഇന്ന് നടക്കാൻ സാധ്യതയുമുണ്ട്. ഏതായാലും ഇതിൽ താൻ നിരപരാധിയാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. തന്റെ കയ്യിൽ കുറച്ച് തെളിവുകൾ കൂടിയുണ്ട്. അറസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ഭയന്നാണ് താൻ ഇത്തരത്തിൽ തെളിവുമായി തനിക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറയുന്നത്. താൻ നൽകിയ പല തെളിവുകളും സെഷൻസ് കോടതി പരിഗണിച്ചിരുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്നും സുപ്രീം കോടതി വിധിയടക്കമുണ്ട്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം പിന്നീട് ബന്ധം പിരിയുമ്പോൾ അത് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയടക്കമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പറയുന്നുണ്ട്. തന്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ട്, അതടക്കം സമർപ്പിക്കും. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി വിശദമായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ താൻ തയ്യാറുമാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിലൊരു നോട്ട് ടു അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം ഉന്നയിച്ച ശേഷം അത് കോടതി, അത് ബെഞ്ച് തള്ളിക്കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റിന് തൽക്കാലം ശ്രമിക്കാത്തത്. ഏതായാലും ഇതിൽ കേസ് നിലനിൽക്കില്ല എന്നാണ് പ്രധാനമായി തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി കൃത്യമായ നിയമ നടപടികളിലൂടെ അല്ല നൽകിയിരിക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ഇത് പരാതി നൽകാൻ വളരെയധികം കാലതാമസം എടുത്തു. പിന്നീട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടാണ് പരാതി നൽകിയത്. ഇത് കൃത്യമായ ഒരു നടപടിക്രമമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടയണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കണമെന്നുള്ള ആവശ്യവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. നേരത്തെ വഞ്ചിയൂർ കോടതി ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുകയാണ്. ഇതുവരെ പിടികൊടുക്കാത്ത രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ വിധിക്കനുസരിച്ചായിരിക്കും കേസിൽ പിടികൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ വിധി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത 2ാമത്തെ കേസിൽ അതിജീവിതയിൽ നിന്ന് വിവരശേഖരണം നടത്തി പ്രത്യേക അന്വേഷണ സംഘം. സംഭവിച്ച കാര്യങ്ങൾ SITയോട് അതിജീവിത പങ്കുവച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുത്തുമോ എന്നതിൽ SITയോട് അതിജീവിത ആശങ്ക പങ്കുവച്ചു.